ഹലോ ഗൈസ്, സമൂസയ്ക്ക് നമ്മളിങ്ങനെ പോലെ മസാല സെറ്റാക്കി വെച്ചാൽ ഇതുപോലത്തെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം, ഈ രീതിയിൽ മടക്കുക. ഈ രീതിയിൽ മടക്കിയിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതി. ഇതേ സ്റ്റൈലിൽ നല്ല വറുത്തെടുത്തിട്ട് കോരിയാൽ കറക്റ്റാണ്. സമൂസയ്ക്ക് എങ്ങനെയാണ് മടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിലേക്ക് മസാല കോരിയിടണം. ഇങ്ങനെ മസാല കോരിയിടുക. ഒരുപാട് വേണമെന്നില്ല, ഒരു പാകത്തിന് മതി. പിന്നെ ഇങ്ങനെ മടക്കി ഇവിടെ അങ്ങനെ വന്നതിന് ശേഷം വെള്ളം എടുത്തിട്ട് ഒട്ടിക്കും. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് തൊട്ടിട്ട് ഒട്ടിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളം തൊട്ട് ഇങ്ങനെ തേച്ചു. ഇവിടെ കൂടുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് മടക്കി കൊടുത്താൽ മതി. ഉണ്ടോ? ഇങ്ങനെ മടക്കി എടുത്താൽ മതി. ഒന്നും കൂടി കാണിച്ചു തരാം. ഒന്നുകൂടി കാണിച്ചു തരാം. മസാല നിറക്കുകയാണ്. ഇറച്ചിയോ തേങ്ങയോ എന്തും വേണം വെക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൂട്ടിയ ശേഷം ഇവിടെ വെള്ളം നനച്ചൊട്ടിക്കുക. അങ്ങനെ വെള്ളം തേച്ച് കൊടുക്കുക. ഇവിടെ കൂടിയതിന് ശേഷം ഇങ്ങനെ കൂട്ടിച്ച് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ കിട്ടും. പിന്നെ വറുത്താൽ മതി. പിന്നെ നമുക്കത് എണ്ണയിലിട്ട് കൊടുത്തിട്ട് വറുത്താൽ മതി. എണ്ണ നല്ല ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ചൂടാവുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ബ്രൗൺ കളറാകുമ്പോൾ കോരി എടുത്താൽ മതി. പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ തോല്. നമ്മൾ പരുത്തി ഉണ്ടാക്കണമെങ്കിൽ പരുത്തി ഉണ്ടാക്കുകയും ചെയ്യാം. ബ്രൗൺ കളറാകുമ്പോൾ കോരി എടുത്താൽ മതി. ഏകദേശം ഈ കളറാകുമ്പോൾ കോരി എടുത്താൽ മതി കേട്ടോ. ഞാൻ ചട്ടിയിൽ വാഴയില വെച്ചിട്ട് ആണ് അതിൽ കോരിയിട്ടത്. അപ്പോൾ എണ്ണ വടഞ്ഞിട്ടായിരിക്കും പേപ്പറിലൊക്കെ ഇട്ടിട്ട് കഴിക്കുക കേട്ടോ.